സാൻ സാൽവഡോർ ദ്വീപിന് സമീപം ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പലായ റോയൽ കരീബിന്റെ ഐക്കൺ ഓഫ് ദി സീസിൽ നടന്ന ദാരുണമായ സംഭവം ആഗോള കപ്പൽ വ്യവസായത്തിൽ ഞെട്ടലുകൾ ഉളവാക്കി. വ്യാഴാഴ്ച വൈകുന്നേരം ഏകദേശം 7:30ഓടെയാണ് 35 വയസ്സുകാരനായ ദക്ഷിണാഫ്രിക്കൻ സ്വദേശിയായ ക്രൂ അംഗം 28 വയസ്സുകാരിയായ മറ്റൊരു ദക്ഷിണാഫ്രിക്കൻ വനിതാ ക്രൂ അംഗത്തെ നിരവധി തവണ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടിയത്. ഈ സംഭവം കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും ഒരുപോലെ സ്തംഭിപ്പിച്ചു. റോയൽ ബഹാമാസ് പോലീസ് സേനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം വനിതാ ജീവനക്കാരിക്ക് ശരീരത്തിന്റെ മുകൾ ഭാഗത്താണ് കുത്തേറ്റത്. ഉടൻ തന്നെ കപ്പലിലെ മെഡിക്കൽ സംഘം അവർക്ക് പ്രാഥമിക ചികിത്സ നൽകുകയും പിന്നീട് അവരുടെ നില തൃപ്തികരമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഭാഗ്യവശാൽ അവരുടെ പരിക്കുകൾ ജീവന് ഭീഷണിയുള്ളവയല്ല. അതേസമയം ആക്രമണത്തിന് ശേഷം കടലിൽ ചാടിയ യുവാവിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിച്ചു. കപ്പലിൽ ഓസ്കാർ 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 എന്ന കോഡ് സന്ദേശം മുഴങ്ങിയതിനെ തുടർന്ന്, അതായത് മനുഷ്യൻ കടലിൽ എന്ന അടിയന്തര സാഹചര്യം അറിയിക്കുന്ന കോഡ്, രക്ഷാപ്രവർത്തകർ ഉടനടി രംഗത്തിറങ്ങുകയായിരുന്നു. കപ്പൽ വേഗത കുറച്ച് തിരിയുകയും രക്ഷാപ്രവർത്തനത്തിലുള്ള ബോട്ടുകൾ വിന്യസിക്കുകയും ചെയ്തു. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ യുവാവിനെ വെള്ളത്തിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കപ്പലിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥർ മരണം സ്ഥിരീകരിച്ചു. റോയൽ കരീബിയൻ വക്താവ് NBD ന്യൂസിനോട് പ്രതികരിച്ചപ്പോൾ ഇതൊരു വ്യക്തിപരമായ തർക്കമായിരുന്നു എന്ന് വ്യക്തമായി. എന്നിരുന്നാലും സംഭവത്തെക്കുറിച്ചോ ഉൾപ്പെട്ട വ്യക്തികളെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ വക്താവ് തയ്യാറായില്ല. ഞങ്ങളുടെ ക്രൂ ഉടൻ തന്നെ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ക്രൂ അംഗത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ക്രൂ അംഗത്തിന്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തുന്നു. അവരുടെ സ്വകാര്യത മാനിക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ പങ്കിടാൻ കഴിയില്ല, വക്താവ് പറഞ്ഞു. മരിച്ചയാളുടെ മരണകാരണം നിർണ്ണയിക്കാൻ പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. മിയാമിയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഐക്കൺ ഓഫ് ദി സീസിൽ ഈ ദാരുണമായ സംഭവം നടന്നത്. ഈ കപ്പൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പൽ എന്ന ഖ്യാതിയുള്ളതാണ്. 1198 അടി നീളവും 213 അടി വീതിയുമുള്ള ഈ കൂറ്റൻ കപ്പലിന് 5600 മുതൽ 7600 വരെ യാത്രക്കാർക്കും 2350 ക്രൂ അംഗങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയും. 7 സ്വിമ്മിംഗ് പൂളുകൾ, 6 വാട്ടർ സ്ലൈഡുകൾ, ഒരു വലിയ വാട്ടർ പാർക്ക് തുടങ്ങിയ നിരവധി ആഡംബര സൗകര്യങ്ങളുള്ള ഈ കപ്പലിൽ ഇത്തരമൊരു ആക്രമണം നടന്നത് സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കപ്പലുകളിലെ ജീവനക്കാർക്കിടയിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അവർക്ക് ലഭ്യമായ പിന്തുണ സംവിധാനങ്ങളെക്കുറിച്ചും ഈ സംഭവം ഒരു പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടേക്കാം. ദീർഘകാലം കടലിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് നേരിടേണ്ടി വരുന്ന മാനസിക സമ്മർദ്ദങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നതും പരിഗണിക്കേണ്ട വിഷയമാണ്. ഈ സംഭവം സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ക്രൂയിസ് വ്യവസായം കൂടുതൽ സുരക്ഷാ നടപടികളും ജീവനക്കാരുടെ മാനസികാരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുന്നു.